ഈ അടുത്തിടയ്ക്ക് ഇതുപോലൊരു വേദിയിൽ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിക്കാരി ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് അലോപ്പതിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആയുർവേദത്തിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു, അതിൻ്റെ കൂടെ സൈഡായിട്ട് ആയുർവേദത്തിൻ്റെ എന്തെങ്കിലും ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുന്നെങ്കിൽ കിട്ടിപ്പോക്കോട്ടെ, അങ്ങനെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. സോ ഇത്തരത്തിൽ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് സംസാരിക്കുന്നതിന് മുൻപ് ഈ ആയുർവേദം എങ്ങനെയാണ് ഒരു അന്ധവിശ്വാസം ആവുന്നത് എന്ന് പറയണമല്ലോ. അത് പറഞ്ഞിട്ട് വേണം എന്തുകൊണ്ടായിരിക്കാം ഈ ആധുനിക വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടി നമ്മൾ അറിയേണ്ടതുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഒരു ഭാരതീയനെ സംബന്ധിച്ച്, ഇന്ത്യക്കാരനെ സംബന്ധിച്ച് നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കുറേ മെഡിക്കൽ സിസ്റ്റംസ് ഉണ്ട്. മോഡേൺ മെഡിക്കൽ സിസ്റ്റംസ് തൊട്ട് വീട്ടിൻ്റെ പരിസരത്തൊക്കെ MBBS പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ആയുർവേദം, ഹോമിയോപ്പതി, പിന്നെ യുനാനി കേട്ടിട്ടുണ്ടാവാം. പിന്നെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് അക്യുപങ്ക്ചർ പോലുള്ളത്, പിന്നെ യോഗ പോലുള്ള സിസ്റ്റംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ പൊതുവേ ആ കാലഘട്ടത്ത് കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ മനസ്സിനകത്തേക്ക് ഉറച്ചു പോയിട്ടുള്ളൊരു ആശയം എന്ന് പറയുന്നത്, ഓക്കെ, ഇതെല്ലാം മനുഷ്യനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള പല പല രീതികളാണ്. ഇത് വെച്ചിട്ട് മനുഷ്യൻ എന്തെങ്കിലും ഒരു ശാരീരികമോ അല്ല ഇനി മാനസികമായിട്ടുള്ളൊരു പ്രശ്നം വന്നാൽ തന്നെ നമുക്കിത് വെച്ച് ചികിത്സിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ കൊടുത്ത് ആ മനുഷ്യനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമല്ലോ എന്നാണല്ലോ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വിചാരിക്കുന്നത്. അതുകൂടാതെ തന്നെ സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് മെഡിക്കൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും പോലും ഇതുപോലത്തെ മെഡിക്കൽ സിസ്റ്റംസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു അന്ധവിശ്വാസമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു സാഹചര്യവും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഇത് എപ്പോഴാണ് ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത് ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത്. ഇപ്പം ആയുർവേദത്തിനെ എടുക്കാം. ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് ആചാര്യന്മാരും വൈദ്യന്മാരും ഈവൻ ചരിത്രകാരന്മാർ പോലും അവകാശപ്പെടുന്നത് അതിന് 5000 വർഷത്തെ പാരമ്പര്യമുണ്ടെന്നാണ്. ഈവൻ ഭാരതം ഉണ്ടാവുന്നതിനും എത്രയോ മുമ്പേ തന്നെ ഇവിടെ നിലനിന്നിരുന്ന ഒരു പ്രാചീനമായിട്ടുള്ള ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിരുന്നു ആയുർവേദം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് വരുന്നത്. നിങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് എടുത്ത വാക്സിനുകൾ പോലും 100 വർഷത്തെ പഴക്കമില്ലാത്ത എത്രയോ വാക്സിനുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഇരട്ടി പഴക്കം ചെന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദത്തിൻ്റെത്. അപ്പോൾ ആയുർവേദത്തിന് അത്രമാത്രം പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിന് അത്രമാത്രം ആധികാരികതയുണ്ട്. അത്രയും കാലത്തെ മനുഷ്യനെ ചികിത്സിച്ച ഒരു പാരമ്പര്യം ആ ചികിത്സാ രീതിക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ മനുഷ്യ ശരീരത്തിനെയാണല്ലോ ചികിത്സിക്കുന്ന ഒരു വൈദ്യനെ സംബന്ധിച്ചിടത്തോളം. മനുഷ്യ ശരീരത്തിനെ എങ്ങനെയാണ് ആയുർവേദം കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇന്നത്തെ കാലത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെ പരിഹാസ്യമായിട്ട് തോന്നും. പിന്നെ പഴയ കാലഘട്ടത്ത് 5000 വർഷം, യഥാർത്ഥത്തിൽ 5000 വർഷമൊന്നും ആയുർവേദത്തിന് പാരമ്പര്യമില്ല. അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ള വെറും നറേറ്റീവ് മാത്രമാണ്. എങ്കിൽ പോലും ഇത്രയും വർഷം ഒരു 2000 വർഷത്തെ പാരമ്പര്യം നമുക്ക് കണക്കാക്കാം ആയുർവേദത്തിന്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ അന്നത്തെ മനുഷ്യൻ്റെ ചിന്തയുടെ പ്രതിഫലനം മാത്രമാണ് ആ ചികിത്സാ രീതിക്കകത്തെല്ലാം ഉള്ളത്. അതിൽ കൂടുതൽ അതിനകത്തൊന്നും ഉണ്ടാവില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ ഇപ്പോൾ എത്ര അസ്ഥി ഉണ്ടാവും? 206 അസ്ഥി കൃത്യമായിട്ട് അറിയാം. ഏത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു പോയാലും അറിയാം. ആയുർവേദത്തിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന 3 ആചാര്യന്മാരുണ്ട്. ചരകൻ, വാഗ്ഭടൻ, പിന്നെ സുശ്രുതൻ. ഈ 3 പേര്, ഇവരുടെ 3 പേരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ആയുർവേദത്തിൻ്റെ മൂലഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കുന്നവയൊക്കെ ഉള്ളത്. ഈ സുശ്രുതനെ അറിയപ്പെടുന്നത് വലിയ സർജനായിട്ടാണ്. പ്ലാസ്റ്റിക് സർജറിയുടെ ഫാദറായിട്ടും സർജറിയുടെ ഫാദറായിട്ട് പോലും പലപ്പോഴും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ സുശ്രുതനും ചരകനും തമ്മിൽ വലിയൊരു ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ എത്ര അസ്ഥി ഉണ്ടായിരുന്നു എന്നുള്ളതിനെ ചൊല്ലി. സുശ്രുതനും ചരകനും 206 അസ്ഥി മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലാത്ത സർജന്മാരായിരുന്നു ഇവരൊക്കെ. അപ്പോൾ ഞാൻ ഈ കാര്യം എന്തിനാണെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ നിസ്സാരമായിട്ട് മനുഷ്യന്റെ ശരീരത്തിൽ അസ്ഥി എണ്ണാവുന്നതേ ഉള്ളൂ. എണ്ണാൻ അറിയാമെങ്കിൽ ശരീരത്തിൽ അസ്ഥി എണ്ണാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർക്കാർക്കും ശരീരത്തിന്റെ അസ്ഥി എണ്ണി എത്ര ഉണ്ടെന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മഹാരഥന്മാർക്കൊന്നും കഴിഞ്ഞില്ല. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഇപ്പോൾ പറയേണ്ട പ്രസക്തി ഉണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ ഇവിടെ ഗവൺമെന്റ് നിങ്ങളുടെ ടാക്സ് മണി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ചരകന്റെ അനാട്ടമി പഠിക്കണം, സുശ്രുതന്റെ അനാട്ടമി പഠിക്കണം, അതുകൂടാതെ മോഡേൺ അനാട്ടമിയും പഠിക്കണം. മനുഷ്യനാണല്ലോ ചികിത്സിക്കുന്നത്. അപ്പോൾ ആധുനിക മനുഷ്യന്റെ ശരീരം അറിഞ്ഞെങ്കിലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ.
അതുകൊണ്ട് മോഡേൺ അനാട്ടമി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഉപയോഗമില്ലാത്ത ഈ അട്ടർ വേസ്റ്റ് ഈ പഠിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇപ്പോഴും. നമ്മുടെ ടാക്സ് മണി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ അധ്യാപകർക്ക് കാശും കൊടുത്തിട്ട് ഇത് പഠിപ്പിക്കുന്നത്. ഇത് അനാട്ടമിയുടെ ഒരു കാര്യം മാത്രമാണ്. ഇതുപോലെ ശുദ്ധ മണ്ടത്തരങ്ങൾ ധാരാളം ആയുർവേദത്തിനകത്തുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം, ഒരുപാട് സമയമുണ്ടല്ലോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ആധുനിക മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും ഇതെടുത്തൊന്ന് വായിച്ചു നോക്കണം ഇതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അത് വായിച്ച് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇതെല്ലാം വളരെ പാരമ്പര്യമുള്ള മഹനീയമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ തോന്നിയിട്ടുള്ള കുറേ ഡോക്ടർമാരാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കുറച്ച് ഡോക്ടർമാരും കൂടി ഉണ്ട്. കാരണം എപ്പോഴും 5000 വർഷത്തെ പാരമ്പര്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതി, അത്രയും മഹത്തായ ആശയങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അവരോട് ഒരു താല്പര്യം തോന്നുക എന്ന് പറയുന്നത് അതൊരു സ്വാഭാവിക നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ഒരുപാട് ആൾക്കൂട്ടം കൂടുന്ന സമയത്ത് അതിനകത്തൊരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബാക്കി നമുക്ക് വഴിയെ സംസാരിക്കാം. അതിൻ്റെ കൂടെ കൂടിച്ചേർക്കാനൊരു കാര്യമുള്ളത്, ഞാൻ പറഞ്ഞില്ലേ ആ ഡോക്ടർ പറഞ്ഞ തന്നെ ഇതാണ്, അലോപ്പതിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആയുർവേദത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയ പോലും കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ യൂട്യൂബിലൊക്കെ ധാരാളം മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇത്തരത്തിൽ ആയുർവേദത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ ചെയ്താൽ മതി അങ്ങനെയൊക്കെ. അപ്പം അത് സാധാരണ ജനങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണയല്ലേ പരത്തിക്കൊണ്ടിരിക്കുന്നത്? സത്യമാണ്. ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് MBBS ഡോക്ടേഴ്സ്മാരുണ്ട്. അതവിടെ ഇരിക്കട്ടെ, ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ മോഡേൺ മെഡിസിന് ചെയ്യാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ ആയുർവേദം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലാത്തത്. ഇപ്പം ക്യാൻസറിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. ഓട്ടിസത്തിന് ചികിത്സിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഹൃദ്രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. ഏതെങ്കിലും പകർച്ചവ്യാധികൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. കോവിഡ് വന്നു, 2019 ആയപ്പോൾ നമ്മൾ കോവിഡ് ഡിറ്റക്ട് ചെയ്തു. അത് ഡിറ്റക്ട് ചെയ്ത് ഏതാനും മാസങ്ങളിനുള്ളിൽ തന്നെ ആ വൈറസിനെ അതിൻ്റെ DNA സീക്വൻസ് അതിൻ്റെ RNA ജീനോം സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള വേരിയേഷൻസിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിറ്റുകൾ വികസിപ്പിച്ചു. അധികം താമസിയാതെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വാക്സിനുമൊക്കെ ഡെവലപ്പ് ചെയ്തു. ഈവൻ എമർജൻസി കേസുകളിൽ ഉപയോഗിക്കേണ്ട വളരെ അപൂർവമായിട്ടുള്ള പല മരുന്നുകൾ പോലും റീപർപ്പസ് വരെ ചെയ്തു. ഇത്രയും സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടും യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ഈ അസുഖത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാതിരുന്ന ഒരു കൂട്ടരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഇതര വൈദ്യം അഥവാ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രോഗം എന്താണെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല. കാരണം അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം ഉള്ളിടത്തോളം കാലം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം ഇല്ല. കുറേ വിശ്വാസങ്ങളുണ്ട്, ഒരു വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്.